ഒഴിഞ്ഞു മാറിയതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അതിൻ്റെ പാട് ഇപ്പോഴും എൻ്റെ പുറത്തുണ്ട്. ദേഷ്യത്തിൽ ഞാൻ അവനെ തല്ലി. ആ പിടിവലിയിൽ അവൻ്റെ കയ്യിലും കത്തി കൊണ്ടൊരു മുറിവുണ്ടായി. വീട്ടിലെത്തി എന്നോട് നീ എവിടെയായിരുന്നെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്താ പറയേണ്ടതെന്നറിയാതെ സൈറ്റിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് പീതാംബരന്റെ കേസിൽ ഞാൻ ആ സമയത്ത് എവിടെയായിരുന്നു എന്ന് എനിക്ക് തെളിയിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഗിരേൺ ഐശ്വര്യ മാഡത്തോട് സത്യം പറഞ്ഞ പോരായിരുന്നോ? മാഡത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ അപ്പൊ സ്വപ്ന എന്നെ കാണാൻ വന്നു. സഞ്ജുവും ഞാനും തമ്മിലുള്ള അടിപിടിയെക്കുറിച്ച് അറിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസ് ഉണ്ടാവും അവൾ പറഞ്ഞു. സഞ്ജുവിനെ ജയിലിലേക്ക് അയക്കരുതെന്ന് അവൾ എന്നോട് അപേക്ഷിച്ചു. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുന്ന അവളെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ അങ്ങ് സമ്മതിച്ചു. ഇത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗിരേട്ടൻ പേടിക്കണ്ട. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഗിരേണിനെ പുറത്തിറക്കും. അത് ശരി, ഭർത്താവിനെ രക്ഷിക്കാനുള്ള പണിയാണല്ലേ? ശരിയാക്കി താരം. ഐശ്വര്യ മാഡം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാം. സഞ്ജുവിനെ ചോദ്യം ചെയ്തിട്ട് അവൻ നടന്നതെല്ലാം സമ്മതിക്കുവാണെങ്കിൽ ഗിരേട്ടൻ പീതാംബരന്റെ കേസിൽ നിരപരാധിയാണെന്ന് തെളിയും. നീ കഴിച്ചോ? ചെക്കപ്പിനൊക്കെ കൃത്യമായിട്ട് പോണം. ഞാൻ കാരണം നിനക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുന്നെന്ന് എനിക്കറിയാം. സോറി. എന്താ ഗിരേട്ട ഇതൊക്കെ? ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് നേരിട്ടിട്ടില്ലേ? ന്യായം ഗിരേട്ടന്റെ ഭാഗത്താ. നമ്മളെ ജയിക്കൂ. ഗോപാൽജി, ഗോപാൽജി, ഗോപാൽജി. എന്താ എന്തായിരുന്നേ? എന്തിനാ അത്ര ടെൻഷൻ അടിക്കുന്നേ? കാര്യം എന്താണെന്ന് അറിഞ്ഞാ ഗോപാൽജി ടെൻഷനിലാവും. കാര്യം എന്തെന്നൊന്നും പറയരുതേ.